എല്ലാവർക്കും ആദീസ് ഗാർഡനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വിത്ത് പാകാതെ എങ്ങനെ തക്കാളി തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ആ തൈകൾ നമുക്ക് എങ്ങനെ രണ്ട് രീതിക്ക് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് നല്ല എഫക്റ്റീവായിട്ട് വളർത്തിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ നിറച്ച് പൂക്കളും തക്കാളിയൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്കും വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പലരും കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ചെയ്ത മെത്തേഡാണ് കേട്ടോ ഇതൊക്കെ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എടുത്ത് വെച്ചേക്കുന്ന ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് നമുക്ക് വിത്ത് പാകാതെ തൈകൾ ഉണ്ടാക്കണ്ടേ, നമുക്ക് ഹൈബ്രിഡ് തൈകൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇതുപോലൊരു തക്കാളി തൈ വേണം. ഞാൻ അതിൻ്റെ കൊമ്പും ശിഖരമൊക്കെ വെട്ടിയെടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് താഴെ കാണുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് നീളം കുറവിന് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഓൾറെഡി വെട്ടിയെടുത്തു. ഞാൻ നിങ്ങൾക്ക് കാണിക്കും പോലെ എടുത്തു തരാം. അതുപോലെ തന്നെ ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്ലേഡാണ് വേണ്ടത്. അത് എപ്പോഴും നമ്മൾ സാനിറ്റൈസ് ചെയ്ത് കീടാണുക്കളൊന്നും ഇല്ലാത്ത രീതിക്ക് എടുക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് എടുക്കാം. ഞാൻ സൈഡിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസൊക്കെ ഓൾറെഡി എടുത്ത് തൈകളാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് നേരെ പോകുന്ന ആ ഒരു കമ്പില്ലേ, ഒരൊറ്റ കൊമ്പായിട്ട് നിൽക്കുന്നില്ലേ, അതങ്ങ് മുറിച്ചെടുക്കുവാണേ. അപ്പോൾ അത് മുറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഭയങ്കരമായിട്ട് ബലം കൊടുത്ത് അതങ്ങ് ചതച്ച് കളയരുത്. പതുക്കെ സാവധാനം നമ്മളതങ്ങോട്ട് വെട്ടിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ സ്പീഡ് കൂടി ഇട്ടേക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതേ. ഇനി നമ്മളെടുത്ത ആ ഒരു ബ്രാഞ്ചിൽ ആ ഒരു ഇലയൊക്കെ അങ്ങ് വെട്ടിക്കളയുന്നുണ്ട്. ഈ സൈഡിലാത്തൊരു ചെറിയൊരു തളർപ്പ് നിൽക്കുന്നില്ലേ, ചെറിയൊരു കുറ്റി പോലെ, അതൊക്കെ അങ്ങനെ തന്നെ നിർത്തിക്കോ. നമുക്ക് അവിടെ നിന്നാണ് ഇനി പുതിയതായിട്ട് ഇലകൾ വരാൻ പോകുന്നത്. അപ്പം ഞാനിതിനി രണ്ടായിട്ട് ഇതിനെ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും തൈകൾ കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈകളുടെ ഉപയോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇത് പൂവിടുകയും അതുപോലെ നിറച്ച് കായ പിടിക്കുകയും ചെയ്യും. ഞാൻ ഇതിൻ്റെ റിസൾട്ടൊക്കെ ലാസ്റ്റ് കാണിക്കാമേ. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സാഫ് തേച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പം ഞാൻ കട്ടിങ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് നമുക്ക് പുതിയ ഹൈബ്രിഡ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, കാരണം ഇന്നലെ ഇട്ട വീഡിയോയിൽ ഈ ഒരു ക്ലിപ്പ് കാണും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയേ പല ദിവസങ്ങളായിട്ട് എടുത്തത് കൊണ്ടാണ് പലതരത്തിലുള്ള ക്ലിപ്പുകൾ ഇതിനകത്ത് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചു സാഫ് എന്താണെന്ന്. അപ്പോൾ ഞാൻ സാഫ് തേക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇത് നീളം കമ്പ് ഞാൻ മുറിച്ചില്ല, ഇപ്പം ഞാൻ മുറിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സാഫ് എന്താണെന്ന് ഞാൻ പറയാം. സാഫ് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഫംഗസ് രോഗങ്ങൾ വരാതിരിക്കാനാണ്. നമ്മളൊരു ചെടിയിൽ പ്രൂണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ സാഫ് തേച്ച് കൊടുത്താൽ ആ ചെടിക്ക് പിന്നെ രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. രോഗങ്ങൾ വന്നതിന് ശേഷം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എവിടെ കിട്ടും എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ വളങ്ങളൊക്കെ കിട്ടുന്ന ഡിപ്പോകളല്ലേ, അവിടെയൊക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. ഞാൻ ഈ പൊടി ഇങ്ങനെ ജസ്റ്റ് ബ്രഷ് വെച്ച് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാനതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുത്തിയെല്ലാം നിർത്തിയേക്കുന്നത് ചാരിയൊന്നും വെച്ചിട്ടില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രതലത്തിൻ്റെ മേളിൽ ഇതുപോലെ ഇങ്ങനെ ചരിച്ചിട്ടേക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ പച്ച കളറൊക്കെ അങ്ങോട്ട് അബ്സോർബ് ആവുകയും അതിനകത്ത് പച്ച കളറിൻ്റെ പ്രസൻസ് അങ്ങ് കുറയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള പരുവായിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, പച്ച കളറൊന്നും കാണുന്നില്ല, സാഫിൻ്റെ പൊടി പോലും കാണാനില്ല. ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇനി നമുക്കിത് വെള്ളത്തിലോട്ട് ഇടാം. കാരണം ഇനി ഇത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഇല്ല. അഥവാ നിങ്ങൾ ഇടുമ്പോൾ ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളെടുത്ത ആ ബ്രാഞ്ചിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണും. അതുപോലെ തന്നെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള രോഗബാധയില്ലാത്ത തൈയിൽ നിന്ന് വേണം നമ്മൾ പുതിയ കമ്പുകൾ മുറിച്ചെടുക്കാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും പൊടി കയറുന്ന ഗ്ലാസ്സൊന്നും കൊണ്ടുവരരുത്. നല്ല വൃത്തിയായി കഴുകി നല്ല ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളവും വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും പൊടിയൊക്കെ കലർന്ന പച്ചവെള്ളമൊന്നും എടുക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ ഈ സാഫൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുള്ള തക്കാളിക്ക് തണ്ടെടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകും. ഇനി നമ്മൾ വെള്ളത്തിലോട്ട് ഇത് വയ്ക്കുന്നത് സാധാരണ കുത്തി നിർത്തും പോലെയല്ല. അപ്പം നമ്മളിത് ഇതുപോലെ അങ്ങ് ക്രോസ് ആയിട്ടാണ് വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് വെക്കുന്നതിന് കാര്യം വെച്ചാൽ ആ എയർ ബബിൾസ് നമുക്ക് കറക്റ്റ് ആ ഒരു വേര് വരാനുള്ള സ്ഥലത്ത് വരികയും പെട്ടെന്ന് തന്നെ വേരുകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ക്രോസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കമ്പിനനുസരിച്ച് ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല എയർ സർക്കുലേഷനും കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ഈ തക്കാളി തൈ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വേര് പിടിച്ച് കിട്ടും. ഞാൻ ഇതിന് ശേഷം അടുത്ത ക്ലിപ്പ് വെക്കാം കേട്ടോ, നന്നായിട്ട് വേര് പിടിച്ചത്. പക്ഷേ ഇതിൽ പെട്ടെന്ന് ഇലകൾ വരത്തില്ല. ഇലകൾ വരണമെങ്കിൽ ഒരു 3.5 ആഴ്ചയെങ്കിലും
സൈഡിലും ഇത് കഴിയണം. ഇതുപോലെ ക്രോസ് ആയിട്ട് ആവശ്യത്തിന് വെക്കാം. നമുക്കിത് സൂര്യപ്രകാശമൊന്നും അടിക്കാത്ത സ്ഥലത്തോട്ട് മാറ്റി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നിറച്ച് വേരാണ് കേട്ടോ. തക്കാളിയിലാണ് ഏറ്റവും കൂടുതൽ വേരുകൾ വരുന്നത്. അപ്പോൾ ഞാനിത് ഒരുപാട് പലതരത്തിലുള്ള പച്ചക്കറികളുടെ ബ്രാഞ്ചസ് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ അറിയണമെങ്കിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണാം കേട്ടോ. നോക്കിയാൽ തക്കാളിയാണ് കേട്ടോ, നിറച്ച് വേര. നോക്കി അതിനകത്ത് ബബിൾസ് വന്ന് നിൽക്കുകയാണ് അടുത്ത വേര് വരാനുള്ളത്. കണ്ടോ, നല്ല വെളുത്ത വേരാണ്, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കാം കേട്ടോ. അതോ നോക്കിക്കേ, എന്ത് കട്ടിയാണ് ആ തണ്ടിനെന്നും നോക്കിക്കേ. മനസ്സിലായോ നിങ്ങൾക്ക്? വ്യത്യാസം മനസ്സിലായോ? നമ്മളൊരു വിത്ത് പാകിയിട്ടാണ് ഇത് നടുന്നതെങ്കിൽ ഇത്ര കട്ടി എന്തായാലും ഒരു വിത്ത് പാകി ഉണ്ടാകുന്ന തൈക്ക് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ വരത്തില്ല. നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്രൂണിങ് ഒക്കെ ചെയ്യാം. അപ്പം ഞാനിവിടെ നടുന്ന മെത്തേഡ് എന്തെന്നറിയാമോ? ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടാണ് ഞാൻ ഈ നടാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിത് ഹൈബ്രിഡ് രീതിക്ക് ഉണ്ടാക്കിയത് തൈ ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടുതലായിട്ട് എയർ വേണം. അതായത് കുറച്ചും കൂടെ നന്നായിട്ട് ഇതിന് വേരുകൾ വേണം. വേരുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നന്നായിട്ട് വളരാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ അരികത്തുള്ള ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയ ഒരു തള്ളലിൽ നിന്നില്ല, അത് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് തന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിന് പോറലോ അല്ലെങ്കിൽ ഒരു വെട്ടോ ഒന്നും കൊടുക്കരുത്. നമ്മൾ ആ ഇലയെ മാത്രമേ വെട്ടിക്കളഞ്ഞോളൂ. ഇനി വേണ്ടത് ഇതുപോലൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് വേണ്ടത്. സാധാ 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ. അത് ഞാൻ ഇങ്ങനെ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ മേൽഭാഗം വെട്ടിക്കളയാം. അതാകുമ്പോൾ എയർ പിടിച്ച് നിൽക്കത്തില്ല. കണ്ടോ, പോയത് കണ്ടോ? അതിന് നമുക്ക് അകത്തുനിന്ന് ഇതുപോലെ വെട്ടിയെടുക്കാം. കുറച്ചൊന്ന് പ്രഷർ കൊടുത്താൽ മതി, അങ്ങ് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് ഞാൻ വേരിൻ്റെ അവിടുത്തെ മണ്ണ് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനത് നമ്മൾ മാറ്റി നടുന്ന പോളിത്തീൻ കവറിൽ നിന്ന് മാറ്റി നടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. നമ്മളങ്ങ് നട്ടതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇച്ചിരി വാവട്ടമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മളിത് പതുക്കെ കയറ്റണം. ഇതിൻ്റെ സൈഡ് കൊണ്ട് നമ്മളുടെ ചെടിക്ക് ഒരു തരത്തിലുള്ള പോറലോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ അസ്വസ്ഥതയോ ഉണ്ടാവരുത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തക്കാളി ഭയങ്കര സെൻസിറ്റീവാണ്. ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിയാൽ മതി, വാടിപ്പോവും. ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഞാനിത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആരെങ്കിലും സഹായം കൊണ്ട് ചെടിയെ ഒന്ന് പിടിക്കാനോ അല്ലെങ്കിൽ കുപ്പി ഒന്ന് തുറക്കാനോ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ കണ്ടില്ലേ, കുറച്ചൊന്ന് ക്ഷമയാണ് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബലം കൊടുത്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചളുങ്ങി കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് കയറ്റിയിട്ട് കണ്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേരൊക്കെ മണ്ണിൻ്റെ അടിയിലാണേ. ഇനി ഇതിങ്ങനെ കൊടുത്തിട്ട് ഇനി ഇതിനകത്താണ് ഞാൻ മണ്ണിടാൻ പോകുന്നത്. ഇനി ഈ കുപ്പി നിൽക്കുന്ന അത്രയും ഭാഗവും ഞാൻ മണ്ണും കൊക്കോ പിറ്റും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇനി പുതിയ വേരുകളാണ് വരുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി സൂപ്പറായിട്ട് വളരും. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണാണ് ഇടുന്നത്. അതിന് കൊക്കോ പിറ്റ് ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മണ്ണ് മാത്രമാണ് ആദ്യം ഇടുന്നത്. ഇനി നമുക്ക് മണ്ണും കൊക്കോ പിറ്റും കൂടെ മിക്സ് ചെയ്തത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മേൽഭാഗത്ത് ഇത് നിൽക്കാൻ വേണ്ടി, അതായത് ഒരു കുഴപ്പമില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട മണ്ണാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മണ്ണോ കല്ലോ എന്തെങ്കിലും വെച്ച് ഈ കുപ്പി ഒന്ന് കറക്റ്റായിട്ട് നിർത്തുക. അത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഇതിനെ എങ്ങനെ നിർത്തുന്നോ അതുപോലെ ഇരിക്കും ഇനി ഇത് വളർന്നു വരുന്നത്. സാധാരണ തക്കാളി തൈകൾ വളഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇതിന് ഒരു പ്രശ്നവും കാണത്തില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഇനി ഇത് വളരും. ഞാൻ റിസൾട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നിങ്ങൾ കരിയിലയോ ഒന്നും ഇടരുത്. നമ്മുടെ കൊക്കോപ്പിറ്റും മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്ത മിക്സാണ് ഇടുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നടുവേ കീറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊത്തിയിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ആ ഒരു ഹോളിൽ കൂടെ മണ്ണ് പോകാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം. അപ്പം മണ്ണിടുമ്പോൾ ഇലയിലൊന്നും മണ്ണാവാതെ നോക്കുക. അഥവാ ആയാലും ലാസ്റ്റ് അതൊന്ന് കഴുകി കൊടുക്കാൻ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെളിയുടെ ആ ഒരു ഇതിൽ നമ്മുടെ ഇലകൾ ചീഞ്ഞ് പോകും. അപ്പോൾ ഇതുപോലെ ഞാൻ കല്ലും കട്ടയൊന്നും ഇല്ലാത്ത മണ്ണാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇത് നിറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടാഗോ കയറോ ഒക്കെ വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഈ തുറന്ന് വരുന്നുണ്ടോ, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം നമുക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കാം. അപ്പോൾ നിറച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കല്ല് വരരുത് കേട്ടോ. കല്ല് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ചെടി അങ്ങ് ചതഞ്ഞു പോവും. അത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചെളിമണ്ണല്ലേ, പെട്ടെന്ന് അവിടെ ഇരുന്നോളും. ഇനി ഞാൻ ഒരു ടാഗാണ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടാഗ് വെച്ചിട്ട് കെട്ടാം.
ടാഗൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം കഴിയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ടാഗ് എടുക്കുന്നത്. അപ്പോൾ ഇതില്ലെന്നും പറഞ്ഞ് നിങ്ങളിനി ടാഗ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാമോ എന്ന് വിചാരിക്കേണ്ട. കയറായാലും മതി കേട്ടോ. പക്ഷേ കയറെന്ന് പറയുമ്പോഴത്തേക്കും ഈ മഴക്കാലം അല്ലേ, ഇപ്പം മഴയത്ത് നനഞ്ഞ് പൊട്ടിപ്പോവാത്ത രീതിക്കുള്ള കയറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരട് എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതാ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അടഞ്ഞു വരുന്ന കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങ് അടഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 3 കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മേളിലും അതുപോലെ നടുക്കും അതുപോലെ താഴെയായിട്ട്, എങ്കിലേ ആ ഒരു ഗ്യാപ്പ് നമുക്ക് നന്നായിട്ട് തന്നെ അടഞ്ഞു കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതല്ല നിങ്ങൾക്ക് 2 കെട്ട് കെട്ടിയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നമ്മളെടുക്കുന്ന മിനറൽ വാട്ടറിൻ്റെ സൈസ് പോലെ ഇരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ഈ 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറാണ് എടുത്തത്. നിങ്ങൾക്ക് 2 ലിറ്റർ ആണെങ്കിൽ അതും എടുക്കാം. അത്രയും നമുക്ക് ചെടികൾക്ക് വേരുണ്ടാകുകയും നല്ല കട്ടിയായിട്ട് നമ്മുടെ തണ്ട് വളരുകയും ചെയ്യും. അതൊരു മരം പോലെ തക്കാളി. അപ്പോഴേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി തൈ സാധാരണ എങ്ങനെയാണ് ഒന്ന് വാടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെൻസിലിൻ്റെ അത്ര വണ്ണത്തിലല്ലേ വളരുള്ളൂ. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും മരം പോലെയാണ് നമ്മുടെ തക്കാളി ചെടി വളരുന്നത്. അതുപോലെ നിറച്ച് ശാഖയും അതുപോലെ നിറച്ച് പൂക്കളും കായുമാണ് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ പറയൂ, നിങ്ങൾ ഇതുപോലെയാണോ തക്കാളി തൈകൾ വളർത്തുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ കമൻസിൽ. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്നും പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ലാസ്റ്റത്തെ ത്രെഡും ഇതുപോലെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വളങ്ങളൊക്കെ താഴെ ഇട്ട് കൊടുത്താൽ മതി. മേളിലൊന്നും ഇടണ്ട കേട്ടോ, അത് ചുറ്റും ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളവും താഴെ ഒഴിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ മേളിൽ ഒഴിച്ചു കൊടുക്കാൻ പ്രശ്നമില്ല കണ്ടോ, ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് നമുക്കിനി അതൊരു 1-1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലുതാവും. ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചാണേ. നോക്കിയേ, ഇത് ഞാൻ 5 കിലോയുടെ ഗ്രോ ബാഗിലാണ് 2 തൈ വെച്ച് നട്ടേക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചത് 3 കിലോയുടെ ഗ്രോ ബാഗാണ്. അതാണ് 1 മാത്രം വച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിറച്ച് വേര് പിടിക്കുമെന്ന്. നോക്കിക്കേ, നിറച്ച് വേരാണ് അതിനകത്തുള്ളത്. ഇതുപോലെ നിറച്ച് കായ്കളാണ് കേട്ടോ, നിറച്ച് പിടിക്കും നമ്മൾ. കാരണം പ്രൂണിങ് ചെയ്ത് വിടുമ്പോഴത്തേക്കും പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും നിറച്ച് പൂക്കൾ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് പ്രൂഫാണ്. നമുക്ക് വിത്ത് തന്നെ വേണമെന്നില്ല, നമുക്ക് നന്നായിട്ട് തന്നെ തൈകൾ ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ചെയ്യാം. നല്ല പൂക്കളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ തക്കാളി ചെടിക്ക് ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ നിറച്ച് പൂക്കളൊന്നും തന്നെ കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ പിടിച്ച് കായ്കളായിട്ട് നിൽപ്പുണ്ട്. ഇത് നല്ലതായിട്ട് ചുവന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ്. കാരണം എല്ലാ ബ്രാഞ്ചിലും നമുക്ക് തക്കാളി പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ പ്രൂണിങ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിലോട്ടാക്കും. ആ ഗ്രോ ബാഗിലോട്ട് ആക്കിയിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കുപ്പിയിൽ നമ്മളിങ്ങനെ വെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പൊങ്ങി വരുന്ന ആ ഒരു തല നമ്മൾ വെട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പുതിയ ബ്രാഞ്ച് വരും. അപ്പോഴത്തേക്കും നമ്മൾ അതിനങ്ങ് വളർന്നതിന് ശേഷം വീണ്ടും അത് വളരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വരുന്ന പൂക്കളും നമ്മൾ കട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. എങ്കിലേ ഇതുപോലെ നിറച്ച് കായ പിടിച്ച് കിട്ടത്തുള്ളൂ. നമുക്ക് തക്കാളി ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിനും അല്ലാതെയും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വരുന്ന പൂ, അതായത് അതിനെ നമ്മൾ ക്രൗൺ ഫ്ലവർ എന്നാണ് പറയുന്നത്, അത് വെട്ടിക്കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതൊരു മെത്തേഡാണ്. വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഞാനത് ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ടാണ് ചെയ്യാത്തത്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ കാണിക്കുന്നില്ല. പകരം അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ മെത്തേഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇതൊക്കെ ഉള്ളതാണോ എന്ന്. അതേ ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും ഇതിനകത്ത് പറഞ്ഞു തരാത്തത്. ഇതുപോലെ ഇങ്ങനെ കുപ്പിയുടെ മേൽഭാഗത്തൂടെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പുതിയ തൈകൾ. അതും നമുക്ക് ഹൈബ്രിഡായിട്ടും ചെയ്യാം. അതല്ല നമ്മൾ വിത്തിട്ടുണ്ടാക്കിയ തൈകളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതുപോലെ അങ്ങ് കെട്ടിത്തൂക്കി ഇട്ടിരുന്നാൽ മതി. ഇത് സൂര്യപ്രകാശം അടിക്കുന്ന ദിക്കിലോട്ട് ഇത് പൊങ്ങിങ്ങ് പോകും. നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാ തൈകളും മുകളിലോട്ട് വളഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ഏതൊരു ചെടിയായാലും സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് അത് വളഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് പച്ചമുളകും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ഞാൻ അത് ചെയ്യാം. ഞാൻ അതിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ വന്ന പൂക്കളെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വിത്ത് പാകി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട. നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതും തക്കാളിക്ക് മാത്രമല്ല പലതരത്തിലുള്ള പച്ചക്കറികൾക്ക് നമുക്ക് ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.